60+ അറ്റ് ബ്രിജി കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഒരു ഹാഫ് തായ് ഹാഫ് ഇന്ത്യൻ ഒരു കുക്കിംഗ് ആണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ. ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അല്പം പോലും എണ്ണയില്ല. അവർ വാസ്തവത്തിൽ അവരുടെ കറികളൊക്കെ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ബേസ്ഡ് കറികൾ, തായ് ചിക്കൻ കറി എന്നൊക്കെ പറയുകയാണ്. എന്നാലും കാരണം ഇതിൻ്റെ മസാല നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിൽ നമുക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറും അതിൻ്റെ മണവും അല്ലെങ്കിൽ ഒന്നും നമുക്ക് ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ചില സാധനങ്ങൾ മാറ്റിയിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ, അതിന് കുറച്ച് വെജിറ്റബിൾ, ക്യാരറ്റ്, പിന്നെ വേണമെങ്കിൽ ചെറിയ ബേബി കോൺ ഇടാം. അതിൻ്റെ കൂടെ ഇത് ബെൽ പെപ്പർ, കളറുള്ള ബെൽ പെപ്പറുകളൊക്കെ, പിന്നെ നമ്മുടെ സാധാരണ ഉള്ളി, പിന്നെ ഇത് കൊറിയൻഡറിൻ്റെ തണ്ട് മാത്രം, പിന്നെ ഇത് തായ് ചില്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാന്താരി തന്നെ കേട്ടോ. പിന്നെ അത് ഒരിത്തിരി മല്ലി, കുറച്ച് ജീരകം, കുറച്ച് പെപ്പർ, പിന്നെ തായ് ജിഞ്ചറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാരമില്ല, നമ്മുടെ തന്നെ ജിഞ്ചർ എടുത്താൽ മതി. അതുകൊണ്ട് ലെമണിൻ്റെ കുറച്ച് സെസ്റ്റ്. പിന്നെ ഇതിൽ പിന്നെ ലെമൺ ഗ്രാസൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റോ മണോ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഇടുന്നില്ല. പിന്നെ ബേസിൽ നമുക്കിങ്ങനെ ഉണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഏകദേശം തുളസി തന്നെയാണ് ബേസിൽ. അപ്പോൾ അതിൻ്റെ 1-2 ഇല ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും. എങ്ങനെയാണ് ആദ്യം മസാല നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ച് എടുക്കാം. ചൂടാവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങാപ്പാലാണ് ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കും. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ കുറച്ച് 100-200 മില്ലി തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ നമുക്ക് പതുക്കൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ, പെട്ടെന്ന് കട്ടിയാവും തേങ്ങാപ്പാൽ. നാളികേരത്തിന് എടുക്കാം, പക്ഷെ ഞാൻ ഈ ഹോം മെയ്ഡിൻ്റെ നല്ല ഇതാണ് എടുക്കുന്നത്. ഹോം മെയ്ഡിൻ്റെ നല്ല തേങ്ങാപ്പാലാണിത്. അത് കുറച്ചൊന്നിങ്ങനെ കട്ടിയായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഈ നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്ന, ചതയ്ക്കാൻ ഞാൻ വാസ്തവത്തിൽ നമുക്ക് അതിനുള്ള ഇതില്ലെങ്കിൽ നമുക്കൊന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കുള്ള വെജിറ്റബിൾ, അതെല്ലാം ക്യാരറ്റ്, എല്ലാത്തിനും ചെറിയ വേവേ ഉള്ളൂ. ചിക്കൻ ബ്രസ്റ്റിനായാലും പെട്ടെന്ന് വേവും. അതുകൊണ്ട് ചിക്കൻ ബ്രസ്റ്റും എല്ലാം നമുക്കിതൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചിക്കനും ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് പിന്നീട് ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ സാധാരണ നമ്മൾ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് പോലെ പിന്നീട് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇപ്പോൾ ഈ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. ബോൺലെസ് ചിക്കനും വെജിറ്റബിളും ഒക്കെ ആയതുകൊണ്ട് 2-3 മിനിറ്റിന് വേവേ ഉള്ളൂ. അപ്പോൾ അതിൽ ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മഞ്ഞളിൻ്റെ കഷ്ണം